മന്ത്രി ജയിക്കും. അതൊക്കെ തീർന്നു പറയാൻ പറ്റും. നമുക്കിപ്പോൾ ഇത്തവണത്തെ പിടിവാശം അങ്ങനെയാണ്. എന്നാലും അതിനാണ് സാധ്യത. ഏക്കാരനെ ഇവിടുത്തേരനല്ലേ ഇവിടെ ജയിച്ചതല്ലേ. അതിൻ്റെ വീട് ഇവിടെ തന്നെയല്ലേ. ഏക്കാരനെയും വയലാറവി പിന്നെ ചന്ദ്രപ്പൻ എം പി ആയിരുന്നു. ചന്ദ്രപ്പൻ എല്ലാം ചേർത്തലക്കാർ തന്നെയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നോ? എങ്ങനെ ഉണ്ട് അവര്? ആരും വന്നില്ല, ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഒരു മാറ്റമില്ല. കാരണം വികസനമാണ് മുഖ്യമായ അജണ്ട. നിങ്ങൾ വികസനം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങോട്ട് നോക്കിയാൽ ഞങ്ങളുടെ വിശ്വാസം UDF ജയിക്കുന്നതാണ്. UDF തിരിച്ചു പിടിക്കുമോ? തർക്കവും വേണ്ട കാര്യത്തിൽ, അതിനകത്ത് ഒരു തർക്കവും വേണ്ട. UDF ഭരിച്ചിരിക്കും ഈ വർഷം. ഒരു വെറും ചെത്തുകാരന്റെ മകനായിരുന്ന പിണറായി വിജയൻ ഈ ഇവിടുന്ന് 1000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായത്. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ LDF ജയിക്കാൻ പോണം. LDFന് നല്ല ഭൂരിപക്ഷം കിട്ടും. പി പ്രസാദ് 100% വിജയിച്ചിരിക്കും. അത്രയും. നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഇലക്ഷൻ അഭിപ്രായ സർവേ ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിലെത്തി നിൽക്കുകയാണ്. ചേർത്തല മണ്ഡലത്തിലെ MLAയും മന്ത്രിയുമായ പി പ്രസാദാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി KR രാജേന്ദ്ര പ്രസാദും NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് TP അനന്തരാജുമാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ 20 വർഷമായി CPയുടെ കീഴിലാണ് ഈ ചേർത്തല മണ്ഡലമുള്ളത്. UDFിൻ്റെ മണ്ഡലമായിരുന്ന ചേർത്തല മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്നൊരു വാശിയിലാണ് UDF ഒക്കെ ഉള്ളത്. ഏതായാലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ചേർത്തല മണ്ഡലത്തിൽ നടക്കുന്നത്. നമുക്ക് ചോദിക്കാം, വോട്ടർമാരോട് ചോദിക്കാം, ഇവിടെ ആർക്കാണ് വിജയം, ആരുടെ ഭാഗത്താണ് ജനമനസ്സ് എന്ന് നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിക്കാം. അതുകൊണ്ട് ഇലക്ഷന്റെ തിരക്കുകളൊക്കെ നല്ല കാര്യമല്ലേ. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഇവിടെ. സൈഡിലോട്ട് മാറിയിക്കാം. 3 എല്ലാവരും കൂടെ. മന്ത്രി എങ്ങനെയുണ്ട്? മന്ത്രി പഴയ ആളല്ലേ, കുഴപ്പമില്ല. മന്ത്രി ജയിക്കും. അതൊക്കെ തീർന്നു പറയാൻ പറ്റും. നമുക്കിപ്പോൾ ഇത്തവണത്തെ പിടിവാശം അങ്ങനെയാണ്. എന്നാലും അതിനാണ് സാധ്യത. UDF നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ UDFിന്റെ മണ്ഡലമായിരുന്നു ഇത്. അതെങ്ങനെയാണ്? അത് UDFിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് കിട്ടി, പിന്നെയും പോയി. രവിവാരൂടെ കിട്ടിക്കൊണ്ടിരുന്നാലും കഴിഞ്ഞ് പോയി. അതിങ്ങനെ ഓരോ ടീമിനും അറിഞ്ഞും തിരിച്ചും വരും. ഇപ്പോഴത്തെ കേരളത്തെ വന്നിട്ട് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണല്ലോ. സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും പറഞ്ഞ് എല്ലായിടത്തും മൊത്തം എന്ന് പറയുന്നില്ല. എന്നാലും തിരിഞ്ഞും മറിഞ്ഞും പോവും പലതും. ഒക്കെ ഇവിടെ വന്ന് മത്സരിച്ച ഏക്കാരനെ ഇവിടുത്തേരനല്ലേ ഇവിടെ ജയിച്ചതല്ലേ. അതിൻ്റെ വീട് ഇവിടെ തന്നെയല്ലേ. ഏക്കാരനെയും വയലാറവി പിന്നെ ചന്ദ്രപ്പൻ എം പി ആയിരുന്നു. ചന്ദ്രപ്പൻ എല്ലാം ചേർത്തലക്കാർ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഞാൻ ആലപ്പുഴ മണ്ഡലത്തിലാണ്, ചേർത്തലയല്ല. ഞങ്ങളുടെ ചിത്തരഞ്ജൻ MLA ആണ്. പിന്നെ AD ചേർത്തല വലിയ കുഴപ്പമില്ലെന്നാണ്. നല്ലൊരു മന്ത്രിയല്ല പി പ്രസാദ്, നല്ലൊരു മന്ത്രിയാണ്. സമയമല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ടല്ലേ. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നോ? എങ്ങനെയുണ്ട് അവര്? ആരും വന്നില്ല, ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇത് കടയല്ലേ, അത് കാരണമാണ് ഇങ്ങോട്ട് ആരും വരാത്തത്. എന്നാൽ തന്നെ നല്ല ഭൂരിപക്ഷമായിട്ടും ജയിക്കുന്നത് ഇങ്ങനെ ജയിക്കുമല്ലോ. ആരാണ്? പ്രസാദ് സാറേ ജയിക്കും ഉറപ്പായിട്ടും. മുൻതൂക്കമുണ്ട് നമ്മുടെ ഈ മേഖലയിൽ. കുറേ കാര്യങ്ങളെല്ലാം 90% അദ്ദേഹത്തിൻ്റെ വിശേഷിക്കുന്നതാണ്. ഒരു മനുഷ്യനും അങ്ങനെ എതിർപ്പില്ല. അതങ്ങനെയുള്ളൊരു ആളാണ്. പി പ്രസാദ് ജയിക്കും, ഒരു സംശയം. അതെ, LDF വലിയ ഭൂരിപക്ഷത്തോട് വരും. UDF ഭയങ്കര ആവേശത്തിലാണ് അവർ ജയിക്കുന്നതാണ് പറയുന്നത്. അല്ല, അവര് ആയിക്കോട്ടെ, അവർക്ക് ആവേശം വേണമല്ലേ, ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം? നല്ല രീതിയിലാണ്. 3 സ്ഥാനാർത്ഥികളെല്ലാവരും വന്ന് നിങ്ങൾ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. മാറ്റമില്ല, ഒരു മാറ്റമില്ല. കാരണം വികസനമാണ് മുഖ്യമായ അജണ്ട. നിങ്ങൾ വികസനം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങോട്ട് നോക്കിയാൽ സർക്കാർ ആശുപത്രി ഹൈടെക്കാണ് എല്ലായിടത്തും. അതുപോലെ സ്കൂള് ഇപ്പോൾ എത്ര ബിൽഡിംഗ് വന്നെന്നറിയാമോ? എല്ലാം ഹൈടെക് സ്കൂൾ മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, എല്ലാ രീതിയിലുള്ള വികസനം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം കുതിച്ച് വമ്പിച്ച വികസനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. മന്ത്രി സൂപ്പറാണ്. കാരണം ഏത് വീട്ടിലൊരാവശ്യം വന്നാലും ഒരു വീട്ടിൽ 2-3 പ്രാവശ്യം കയറി ഇറങ്ങുന്ന സാധാരണക്കാരനായ ഒരു മന്ത്രിയാണ് സഖാവ് പി പ്രസാദ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എങ്ങനെയാണ് ഇവിടെ ആർക്കാണ് മുൻതൂക്കം? ഇവിടെ LDFന് തന്നെ, ഒരു സംശയമില്ല. മന്ത്രി കൊള്ളാം, മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഒരു മാറ്റം ഉണ്ടായാലും ചേട്ടാ ഇവിടെ ആര് ജയിക്കും? ഞങ്ങളുടെ വിശ്വാസം UDF ജയിക്കുന്നതാണ്. UDF തിരിച്ചു പിടിക്കുമോ? തർക്കവും വേണ്ട കാര്യത്തിൽ, അതിനകത്ത് ഒരു തർക്കവും വേണ്ട. UDF ഭരിച്ചിരിക്കും ഈ വർഷം. അതിനുള്ള കാര്യങ്ങളാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇത്രയ്ക്ക് വലിയ
ഒരു വെറും ചെത്തുകാരൻ്റെ മകനായിരുന്ന പിണറായി വിജയൻ ഈ ഇവിടുന്ന് 1000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായത്? മനസ്സിലായോ? എൻ്റെ അച്ഛൻ അതിനൊക്കെ വലിയ ആളായിരുന്നു, കപ്പക്കച്ചവടക്കാരനായിരുന്നു. ഞങ്ങൾക്ക് അത്രയും കോടി രൂപ ആസ്തിയില്ല. ഇയാൾ കട്ടം പൊട്ടിച്ച് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആദ്യം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് പിരിവ് എടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ചടയം ഗോവിന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചടയം ഗോവിന്ദൻ്റെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. അപ്പോൾ അന്ന് പോയി കൊള്ള അടിച്ചിട്ട് പോന്നിട്ട് ഈ 33 പ്രാവശ്യം മാറ്റി വെച്ചിരിക്കുകയാണ് കേസ്. ഇതുപോലെ ലോകത്തിൽ എവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കേസ് കേട്ട് 33 പ്രാവശ്യം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് കൊള്ളിയാത്തൊരു മനുഷ്യനാണ്. ഞാൻ പിടിച്ചത് അത് തന്നെയല്ല, കൊല്ലത്തൊരു RSPക്കാരനുണ്ടായിരുന്നു. കൊല്ലത്തുണ്ട് ഒരു പരന അറിയുന്നു. ഇത്രയും വർത്തമാനം പറയണൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് പറ്റിയ വാക്കുകളാണ് ഉച്ചരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനമേ പറയാനുള്ളൂ. UDF മുന്നേറ്റമാണോ? UDF മുന്നേറ്റം ഉണ്ടാവും. മുന്നേറ്റം കറക്റ്റ്, ഒരു തർക്കവും വേണ്ട. 100 സീറ്റിൽ കുറയാതെ പിടിച്ചിരിക്കും. ഇവിടെ മന്ത്രിയല്ലേ LDFിലുള്ളത്? അതെ, അത് തന്നെ. അപ്പം എനിക്ക് എൻ്റെ ആവശ്യം രമേശ് ചെന്നിത്തലയോ ബി ഡി സതീശനോ മുഖ്യമന്ത്രിയായി വരണം. അതാണ് എൻ്റെ ആഗ്രഹവും. അത് നല്ല കാര്യം വേണം ചെയ്യാൻ. കാരണം അവരൊക്കെ അങ്ങനെയാണ്. ഇത് എന്തോ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞില്ല, കൊടുത്ത ഫണ്ടുകളൊന്നും ഇവർ പോയ നേരം വിനിയോഗിച്ചിട്ടില്ല. ഇവരെല്ലാം കൂടി എടുക്കുകയാണ് ചെയ്തതൊക്കെ. എന്നിട്ട് എന്താ ഗുണം? പാവപ്പെട്ട ജനത്തിന് പോലെ ഇപ്പോഴും പെൻഷൻ പോലും തന്നിട്ടില്ല. അല്ലേ? 3000 രൂപ പെൻഷൻ എന്ന് പറഞ്ഞ് 2000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. 1800 എടുക്കുന്നത്. അങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ എല്ലാം കള്ളന്മാരാണ്. ഇവിടെ എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഇവിടെ LDF ജയിക്കാൻ പോണം. LDFന് നല്ല ഭൂരിപക്ഷം കിട്ടും. കാര്യം സാധാരണക്കാരുടെ ജനങ്ങളായിട്ടുള്ള ഈ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരിയാണ് നമ്മുടെ പിണറായി വിജയൻ. ആ പുള്ളി തന്നെ വീണ്ടും വരുമെന്ന് ഞങ്ങൾ 100% ഉറപ്പിച്ച് പറയും. ഇവിടെ പ്രസാദ് മന്ത്രി എങ്ങനെയാണ്? മന്ത്രി പ്രസാദ് നല്ലൊരു കാഴ്ചയാണ് എല്ലാവർക്കും വെക്കണം. സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് വീണ്ടും പ്രസാദ് ഇവിടെ വരുമെന്ന് ഞങ്ങൾ 100% ഉറപ്പിച്ച് പറയും. ആര് ജയിക്കും? പറയാനായിട്ടില്ല. ആയിട്ടില്ല. മന്ത്രിയല്ലേ നിൽക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ സാധ്യതകൾ മന്ത്രിക്കാണെന്നാണ് തോന്നുന്നത്. UDFിൻ്റെ പ്രവർത്തനമൊക്കെ ഇത്തിരി താമസിച്ചാണെങ്കിലും ഒരുമാതിരി നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം താമസിച്ചാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. പി പ്രസാദ് 100% വിജയിച്ചിരിക്കും. അത്രയും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? എത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല ലോകത്തിൽ. വ്യക്തിപരമായിട്ട് നിങ്ങളോടൊക്കെ വ്യക്തിപരമായിട്ടല്ല, അല്ല നിങ്ങളോടൊക്കെ വ്യക്തിപരമായിട്ട് എല്ലാത്തിനും പി പ്രസാദ് 110% ഇവിടെ വിജയിച്ചിരിക്കും. വേറെ കാര്യമൊന്നും. ഏറ്റവും നല്ല മന്ത്രി LDF അല്ലാണ്ട് വേറെ ഉണ്ട്.